ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. ഇത് പള്ളിൻ്റെ വരാന്തയാണ്. ഒരു സാൻഡ്വിച്ച് കിട്ടോ? എത്ര പൈസ എത്ര? ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം $12 കേട്ടോ. പൈസ കാണിക്കുന്നോ? ഹായ് കാണിക്കോ? അപ്പോൾ അത് വലിയൊരു മാർക്കറ്റാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആദ്യം കുറച്ച് നിസ്കരിക്കട്ടെ. നിസ്കാരമൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ആയി പോകുന്നത്. ഞാനിപ്പോൾ ഒന്ന് പള്ളിയിലേക്ക് പോകാം കേട്ടോ. ജുമുള്ള സമയമായിരുന്നു, പക്ഷേ ഞാൻ ആ ടൈമിൽ അതിൻ്റെ ഉള്ളിലായി പോയി, ബോർഡറിലായി പോയി. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് 2 മണിക്കാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക ട്രെയിനിൻ്റെ. ഇപ്പോൾ ട്രെയിനിൻ്റെ ടൈമൊന്നും എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും നീ അവിടെ പോയിട്ട് നോക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ ആദ്യം വന്ന സെയിം സ്ഥലത്ത് തന്നെ കേട്ടോ. അന്ന് കണ്ട സെയിം മാർക്കറ്റാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അന്ന് വിസ കിട്ടുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ പള്ളിയിൽ കയറിയിരുന്നു. പക്ഷേ ഞാൻ രാവിലെ വേഗം ആദ്യം ഇവിടേക്ക് പോയി. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 6 മണിയാക്കി, സുബഹി കലായി. അപ്പോൾ പിന്നെ ഞാൻ നിസ്കരിച്ചില്ല എന്നപ്പോൾ ഞാൻ പിന്നെ നേരെ ബോർഡറിലേക്കായിട്ട് പോയതാണ്, കിട്ടുമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതിനെ കൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയി. സാറില്ല, വിധി അന്ന് കരുതി അങ്ങ് സമാധാനിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. ഇത് പള്ളിൻ്റെ വരാന്തയാണ്. ഇവിടെ വേറെ ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 2-3 ആൾക്കാർ ഇവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിസ്കാരം നടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ ഇവിടെ ഒന്നും ഇങ്ങനെ വെറുപ്പിക്കുകയൊന്നുമില്ല, നിസ്കരിക്കുക അങ്ങനെ പറയുകയൊന്നുമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അല്ല പോകാൻ നേരം നമ്മളെന്തായാലും നിസ്കരിക്കണം കേട്ടോ. നിസ്കരിക്കാണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരൊരു പിന്നൊരു നോട്ടം നോക്കും, ഇവരെന്താ ഇതാക്കുകയാണോ, എന്താ യൂസ് ചെയ്യുകയാണോ, അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെയും ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, എന്തെങ്കിലും ഫുഡ് പോയി കഴിക്കണം. ഇന്ന് രാവിലെ ആകെ ആ ഒരു ബർഗറല്ല, ആ വൈറ്റ് ബർഗർ കഴിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സമയമാണ് 4:30 ആയി. അപ്പോൾ ഇവിടെ ഫുഡിന് വലിയ പന്നൊന്നും ഉണ്ടാവില്ല, വിലയും കൂടാൻ ചാൻസ് ഇല്ല അപ്പുറത്തെ പോലെ. എന്തായാലും പോയി നോക്കുക, നല്ല എന്തെങ്കിലും ഉണ്ടായി കഴിക്കാം. പിന്നെ ഗൈസ് എൻ്റെ കയ്യിൽ $25 ഉള്ളൂ കേട്ടോ. മാക്സിമം $25 ഇപ്പോൾ മാക്സിമം എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഏകദേശം $15 പിന്നെ സിറ്റിയിലേക്ക് ബസ്സിന് കൊടുക്കണം. പിന്നെ ബാക്കി $10 ഉള്ളൂ. എന്ന് വെച്ചാൽ നാട്ടിൽ 820 രൂപ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും കഴിക്കണം. എന്ന് വെച്ചാൽ 2 ദിവസത്തേക്ക് എനിക്ക് ഈ ഒരു ക്യാഷ് മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ സീനാവും. പിന്നെ ATM നിന്ന് പിന്നെയും ക്യാഷ് എടുക്കേണ്ടി വരും. അത് ഭയങ്കര എടുക്കാറാണ്. നാളെ എന്തായാലും ഇവിടുത്തെ പോവല്ലോ, പിന്നെ അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയും. ഇതിപ്പോൾ അവിടെ സാൻഡ്വിച്ച് കിട്ടും കേട്ടോ. ഇത് അങ്ങോട്ട് പോവാം. സാൻഡ്വിച്ച് നല്ല തന്നെ അല്ലേ, ഇതോട് പിഷ്കുമോ നോക്കാം. ഒരു സാൻഡ്വിച്ച് കിട്ടുമോ? എത്ര പൈസ എത്ര? പേയ്മെൻറ്റ് എത്ര? പേയ്മെൻറ്റ് $1 അല്ലേ? 6,000 ഡോളറിൽ എത്ര വരും? $1. ഈ ഒരു ഏരിയയിൽ പിന്നെ അത്യാവശ്യം നല്ലോണം ഫുഡ് കിട്ടും കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഫുഡ് മാക്സിമം കഴിക്കണമെന്ന്. പക്ഷേ ഇപ്പം എന്തായാലും പോസിബിൾ ആവില്ല, കാര്യം ഞാൻ ക്യാഷ് അത്രേ കയ്യിൽ വെക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഭയങ്കര സീനാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇംഗ്ലീഷ് പറയുന്നതിനേക്കാളും നല്ല മലയാളം തന്നെ പറയുന്നത്. മലയാളം പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇത് ഫുഡ് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. വീട്ടിൽ ഇല്ല, എനിക്ക് ആകെ പള്ളിയിൽ പോയി അല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ അതിലും നല്ല ഇവിടുന്ന് തന്നെ കഴിക്കുന്നതാണ്. ഇവിടുന്ന് വേണമെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ അവരോട് ചോദിച്ചാലും മതി. ഇത് ഓക്കെ ആട്ടോ. ഈ ഒരു ഫുഡിന് ഏകദേശം ഇവിടെ $1 2000 കംബോഡിയൻ റിയാലുമാണ് ആയത്. എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം 120 രൂപയാണ് കോസ്റ്റ് വന്നത്. ഓക്കെയാണ്. എനിക്ക് നല്ലോണം ശരിക്കും നോമ്പ് പറ്റാൻ മതിയാനും. കാര്യം ഇപ്പോൾ കഴിക്കുന്ന മൊത്തം അങ്ങനെ വൈകുന്നേരം കുറച്ച് ഫുഡ് കഴിക്കും, പകലൊന്നും ഞാൻ കഴിക്കാണ്ടിരിക്കാം. അപ്പോൾ കുറേ കഥാവുണ്ടായി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാം, ബസ് ടിക്കറ്റ്.
കിട്ടുമോ നോക്കുക. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നാളെ തന്നെ ഇവിടുന്ന് കയറാൻ പറ്റും. പിന്നെ മലേഷ്യയിൽ നിന്ന് നോക്കിയാൽ മതി. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് ഒരു തായ് സിറ്റിസൻ്റെ നിന്നാണ് ആ ഒരു എക്സ്പീരിയൻസ് വന്നത്. കാര്യം ഇമിഗ്രേഷൻ ഓഫീസറായിരുന്നു. ഞാൻ മാക്സിമം പറയാനുള്ളത് പറഞ്ഞു നോക്കി, പക്ഷെ എന്നിട്ടൊന്നും അവരെന്നെ അങ്ങോട്ട് കയറ്റിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞു എനിക്കൊരു വട്ടം വിസ കിട്ടിയതാണ്, അത് ഫ്ലൈറ്റ് ത്രൂ അല്ലേ, നിങ്ങൾ എയർപോർട്ട് വഴിയുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിസ തരാം. ആ ബേസിൽ അവർ സംസാരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഒരാൾ അങ്ങനെ പെരുമാറിയപ്പോഴേക്കും എനിക്ക് എൻ്റെ തായ്ലൻഡിനോട് ചെറിയൊരു ഒരു വെറുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. ലൊക്കേഷൻ കിട്ടിയിട്ടോ, ബസ് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ കിട്ടി. ഞാനപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് പൈസ ചെക്ക് ചെയ്തതിന് ശേഷമാണ്, പേയ്മെൻറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഗൂഗിൾ നോക്കിയിട്ട് പേയ്മെൻറ്റ് എത്ര നോക്കുക, എന്നിട്ട് ആ പേയ്മെൻറ്റ് അവിടെ പോയി സംസാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വലിച്ച് കീറി. ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം $12 ഉള്ളൂ കേട്ടോ. പൈസ കാണിക്കുന്നോ? ഹായ് കാണിച്ചോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് $12 ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് $15 കൊടുത്തിട്ടാണ്. അപ്പോൾ $3 ലാഭമുണ്ട്. ലാഭമല്ല, $12 നഷ്ടത്തിലേക്ക് അതറിഞ്ഞില്ല. എനിക്ക് ജസ്റ്റ് പോയി പൈസ എടുത്തുകൊണ്ട് വരിക, പൈസ ഒന്ന് എക്സ്ചേഞ്ച്. ഞാനിപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് വരിക കേട്ടോ. ഏകദേശം 40,000 കംബോഡിയൻ റിയാലും $2 ഞാൻ അവർക്ക് $20 കൊടുത്തു, പക്ഷേ അവരിൽ ബാക്കി തരാനില്ല. അങ്ങനെ കുടുങ്ങിയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതേ, അതായത് കംബോഡിയ ക്യാപിറ്റൽ ഫെനോം സിറ്റിയിൽ നിന്ന് പോയപ്പറ്റിലേക്ക് ബോർഡറിലേക്ക് വന്നത് $15 കൊടുത്തിട്ടാട്ടോ. പക്ഷെ തിരിച്ച് പോകുന്നത് $12 കൊടുത്തിട്ടാണ്. $3 ലാഭമല്ല, $12 നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് തായ്ലൻഡ് കയറി പോകേണ്ടിയല്ലേ, അപ്പോൾ അത് നടന്നില്ലല്ലോ. പിന്നെ ഇത് കുഴപ്പമില്ല, ഇത് വേറെ എവിടെന്നെങ്കിലും ടാലി ആവുമെന്നങ്ങ് വിചാരിക്കുക. പിന്നെ ഞാൻ ഓൾറെഡി 2 വട്ടം തായ്ലൻഡ് വിസിറ്റ് ചെയ്താൽ, ഈ വരവ് തന്നെ ഫസ്റ്റ് വന്നിറങ്ങിയും തായ്ലൻഡിൽ തന്നെയാണ്. അപ്പോൾ ഇനി 3-ാം വട്ടം കയറാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ച് ഓർത്ത് നമ്മൾ വലിയ പേടിക്കേണ്ട ആവശ്യം അല്ല, ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യം. ടെൻഷനല്ല, എന്താ പറയുക, മറ്റേ സാധനത്തിന് അതും ആലോചിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ തായ്ലൻഡ് പോവുകയാണെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് വീഡിയോ ഉണ്ടാക്കണമല്ലോ. ആ കണ്ടന്റ് ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലോ, കയറാൻ പറ്റിയില്ല, കണ്ടന്റ് ആയില്ലേ. പിന്നെ ഇവിടെ വന്ന് സർവ് ചെയ്യുന്നത്, അതും കണ്ടന്റ് ആയില്ലേ. അപ്പോൾ ഇനി എന്തായാലും നേരെ നമ്മൾ പോവാട്ടോ, ഫ്ലൈറ്റ് കയറി പോവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അപ്പോൾ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ഇന്തോനേഷ്യക്കാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞ് എങ്ങനെ പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബൈ റോഡാണ് പോകുന്നത്. അപ്പോൾ തീരെ സമ്മതിച്ചില്ല. ഇനി അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു, ഫ്ലൈറ്റ് എടുത്ത് തന്നെ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് എടുത്ത് പോയാൽ ആ ഇന്തോനേഷ്യ മാത്രമേ കിട്ടൂ, അല്ലാണ്ട് എനിക്ക് ബാക്കിയുള്ള കൺട്രീസിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ വാപ്പിയായിട്ട് നല്ലോണം ഞാൻ തർക്കിച്ചാട്ടും കൊണ്ടും വർത്താനം പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പിന്നെ അപ്പം എന്നാ പോയി വിടുക പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബൈ റോഡ് വന്നത്. പക്ഷേ ബൈ റോഡ് ഞാൻ ഏതൊക്കെ ബോർഡറിൽ കയറിയോ അവിടെയൊക്കെ പ്രശ്നമാണ്, ഒരു സ്ഥലമില്ലാണ്ട്. ലാവോസ് വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ബാക്കി എല്ലായിടത്തും എടുങ്ങാറാട്ടോ. ഞാൻ കുടുങ്ങി ഇല്ലാണ്ടായി പോയി. മ്യാൻമർ പോയി, അവിടുന്ന് തിരിച്ചു വിട്ട് പിന്നെ തായ്ലൻഡ് കയറി. തായ്ലൻഡിൽ നിന്ന് മ്യാൻമറിൽ പോകാൻ നോക്കി. തായ്ലൻഡിലേക്ക് ഞാൻ പിന്നെ ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ടോ ഇന്ത്യയിൽ നിന്ന്. പിന്നെ മ്യാൻമറിൽ നിന്ന് അവിടുന്ന് 2 വട്ടം തിരിച്ചു വിട്ടു, കയറാൻ പറ്റൂല എന്ന് പറഞ്ഞ്. പിന്നെ ലാവോസിലേക്ക് ഈസി ആയിട്ട് കയറി. പിന്നെ വിയറ്റ്നാമിലേക്കാണ് പോകുന്നത്, ബൈ റോഡാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അതും പ്രശ്നമായി. ഫസ്റ്റ് ഞാൻ ഒരു ദിവസം മുമ്പേ പോയി, അങ്ങനെ വിയറ്റ്നാമിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്ത് 2ാമത്തെ ദിവസമാണ് കയറി. പിന്നെ ബൈ റോഡ് വന്ന് കംബോഡിയയിലേക്കാണ്. കംബോഡിയ വലിയ ഇടങ്ങാറില്ലാണ്ട് പെട്ടെന്ന് തന്നെ എത്തി. ഇപ്പോൾ കംബോഡിയൻ തായ്ലൻഡ് പോകാൻ നോക്കിയപ്പോൾ അത് നടക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ട അവസ്ഥയായി ഇവിടെ മലേഷ്യക്ക്. കുഴപ്പമില്ല, പക്ഷേ ഫ്ലൈറ്റ് പോകുന്നതാണെങ്കിലും എനിക്ക് കുറേ ട്രാവൽ ഹിസ്റ്ററി കിട്ടുന്നുണ്ട്. അതോ ഇപ്പോൾ ഉള്ളത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയായിരുന്നു, വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറച്ച് മുമ്പേയൊക്കെ തോന്നിയിരിക്കും. ഞാനിപ്പോൾ ട്രാവൽ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് 36ാമത്തെ ദിവസമാണ്. ഇതിനു മുമ്പ് കുറേ തവണ തോന്നിയിരിക്കും. രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും തോന്നും വീട്ടിലെങ്ങനെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ആ ഒരു സമയം നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ഏകദേശം ഒരു 10-15 കൊല്ലമൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റും കേട്ടോ. അവസാനോ ഉണ്ടാക്കുന്നുണ്ട്. ഷെയ്ക്ക് ഉണ്ടാക്കാൻ എത്ര ഈസിയാണ് കേട്ടോ. നിമിഷ നേരങ്ങൾ കൊണ്ടല്ലേ കാര്യം സാധിച്ച്. വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഏരിയയിലേക്ക്. എന്നാലും നമുക്ക് ഒരു ജ്യൂസും കൂടി പോയി കുടിക്കാം. ഇത് പള്ളിയിലെ ഇമാമാട്ടോ. ഇപ്പം കണ്ടിട്ട് വേറെ ഏതോ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഈ മാർക്കറ്റേ രാത്രിയാകുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. രാത്രിയല്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും. അന്ന് ഞാനെനിക്ക് ഒന്ന് പകലാണ് വന്നത്. പകലൊരു 10 മണിയാകുമ്പോഴേക്കും ഞാൻ പോയി വന്ന്. ഇങ്ങനത്തെ ഒരു ഏരിയ ആണെന്ന് എനിക്ക് ഫസ്റ്റ് മനസ്സിലായില്ല. ഫുള്ള് തിരക്കാണ്.
പിന്നെ രണ്ടാമതൊരു ജ്യൂസും കൂടി വാങ്ങിക്കിട്ടോ. ആദ്യം വാങ്ങിയതിൻ്റെ പകുതി പൈസ ആയില്ലോ ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ച് കംബോഡിയയിലെ പോയപ്പറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മാർക്കറ്റിലുള്ള പള്ളിയിൽ തന്നെ എത്തിയിട്ടോ. എൻ്റെ ബാക്കിലൊരു വണ്ടി ഉണ്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസുള്ള വണ്ടിയാട്ടോ, ഫോർഡ്. എല്ലാവരെയും പോലെ എനിക്കും വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ദിവസം വാങ്ങും എന്തായാലും. അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കുന്നതായിട്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ അറിയോ, ഞാൻ നേരെ ഇവിടുന്ന് എൻ്റെ ബസ് വരുന്നത് 8:30-ക്കാണ് പനോമ സിറ്റിയിലേക്ക്. അപ്പോൾ ഇവിടുന്ന് നല്ലോണം ഒന്ന് കുളിക്കുക, ഡ്രസ്സ് മാറ്റുക, അതുപോലെ വാഷ് ചെയ്യാനൊന്നും പറ്റില്ല, ഡ്രസ്സ് മാറ്റുക, ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പോവുക, ഇവിടേക്ക് പോവുക, ബസ് സ്റ്റേഷനിലേക്ക് പോവുക. എനിക്കൊന്ന് 8:30-ക്കുള്ള ഒരു 8 മണിക്ക് പോയാൽ മതിയാവും ഇവിടുന്ന്. പിന്നെ നിസ്കാരം മഗ്‌രിബും ഇശാവും ജമ്മു കസറുമാക്കി നിസ്കരിക്കുക. കാര്യം എനിക്ക് നിസ്കാരം എത്രത്തോളം ഒഴിവാകുന്നുണ്ടോ അതിനനുസരിച്ച് നല്ല പണി കിട്ടുന്നുണ്ട് ഇവിടുന്ന്. ഇന്ന് തന്നെ രാവിലെ സുബഹി ഓൾറെഡി കഥ ആയതാണ്, ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്ക് കഥ ആയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് എന്തായാലും നിസ്കരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനത് ഞാൻ മൈൻഡ് ചെയ്യാണ്ടങ്ങ് പോയതാണ് ബോർഡറിലേക്ക്. അവിടുന്ന് നേരെ എന്നെ തിരിച്ചു വിട്ടു. എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ ഇവിടം വരെ വന്ന ഒരു കാര്യമില്ലാത്ത പോലെ ആയിപ്പോയി. പക്ഷേ ഞാൻ കുറേ കണ്ടൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ കാര്യമുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം അത് കിട്ടാണ്ടായി പോയല്ലോ എന്തായാലും. പിന്നെ ഫ്ലൈറ്റ് വരുന്നത് നാളെ 8:30-ക്കാട്ടോ. നാളെ 8:30-ക്കാണ്, നാളെ രാത്രി 8:30-ക്കാണ് മലേഷ്യയിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്, കംബോഡിയയിൽ നിന്ന്. അപ്പോൾ രാവിലെ ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ബസ്സിൽ കയറി രാവിലെ അവിടെ എത്തുമ്പോഴേക്കും എനിക്കൊന്ന് 5:30-ക്ക് അവിടെ എത്തുക. രാവിലെ ഫ്ലൈറ്റ് വരുന്നത് 8 മണിക്കുമാണ്. അപ്പോൾ ഞാൻ എന്തായാലും എയർപോർട്ടിൽ എത്തൂല, പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കൂടെ കഴിയുമ്പോഴേക്കും എൻ്റെ സമയം എന്തായാലും പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കട്ടാക്കിയതാണ്. ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് പിന്നെ അവിടുത്തെ സാവധാനം ഒരുങ്ങി കെട്ടി മാറ്റി പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുകയാണ്. പിന്നെ ആ ലോഞ്ച് കിട്ടിയെങ്കിൽ, കംബോഡിയയിൽ എനിക്ക് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആവുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇനി നേരെ മലേഷ്യയിൽ എത്തിയിട്ട് കാണാം. എൻ്റെ പെരുന്നാളൊക്കെ അവിടെ നിന്ന് ആയിക്കോട്ടോ, മലേഷ്യയിൽ.